ഹായ്, എല്ലാവർക്കും നമസ്കാരം. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 സെൻറ്റ് സ്ഥലത്ത് 2562 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറി കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിൽ നിന്നും വെറും 150 മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം. കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 1.5 കിലോമീറ്ററാണ്. പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്ററും ദൂരമുണ്ട്. ചാർട്ടർ സ്കൂൾ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോഡേൺ ആർക്കിടെക്ചറൽ വീടാണിത്. കണ്ടംപററി ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് വലിയ ബാൽക്കണി നൽകിയിരിക്കുന്നു. അതിന് മുകളിലായി ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. താഴെ കാർ പോർച്ചാണ് വരുന്നത്. അവിടെയും ലൂവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വലിയ UPVC വിൻഡോ നൽകിയിരിക്കുന്നു. അതിന് ചുറ്റും ടെക്സ്ചർ വർക്കുകൾ നൽകിയിട്ടുണ്ട്. വീടിന് മുന്നിലായി വരുന്നത് ഈ കാണുന്ന 5 മീറ്റർ അടുത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡുകളാണ്. വളരെ സിമ്പിളായിട്ടുള്ള മതിലാണ് വീടിന് നൽകിയിരിക്കുന്നത്. ക്ലാഡിങ് ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. സ്ക്വയർ ടോപ്പിൻ്റെ ഡിസൈൻ വർക്ക് കാണാം. ഇവിടെ ആയിട്ടാണ് ഗേറ്റ് വരുന്നത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലുമായിട്ടാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന മുറ്റമാണ്. ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് മുറ്റത്ത് നൽകിയിരിക്കുന്നത്. 2 ടൈപ്പുള്ള ഇൻ്റർലോക്കിംഗ് ബ്രിക്സുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മതിലിനോട് ചേർന്ന് ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. അവിടെ കലാത്തിയ ലൂട്ടിയ പ്ലാന്റ് കൊടുത്തിരിക്കുന്നു. ഈ വശത്തും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസാണ്. അവിടെ ഒരു ഫൗണ്ടനായി കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിന് അകത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തൊരു പില്ലർ കൊടുത്തിട്ടുണ്ട്. ക്ലാഡിങ് ടൈലുകളാണ് പില്ലറിൽ നൽകിയിരിക്കുന്നത്. വൈറ്റ് കളർ ഫുൾ ബോഡി ടൈലാണ് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് മെയിൻ ഡോർ. വലിയ ഒറ്റ പാളിയുള്ള മെയിൻ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തേക്കുണ്ടിലാണ് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയയാണ്. ഇതാണ് ഗസ്റ്റ് ലിവിങ് സ്പേസ്. ഈ ഭാഗത്ത് TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. ചാർക്കോൾ പാനലാണ് സെൻറ്റർ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഗോൾഡൻ സ്ട്രിപ്പുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ക്യൂരിയോ സ്പേസുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. വലിയ UPVC വിൻഡോസാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ജനലും നൽകിയിരിക്കുന്നു. ഡബിൾ ഹൈറ്റിലാണ് ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. മുകളിൽ ലൂവർ ഡിസൈൻ പാറ്റേണും കൊടുത്തിരിക്കുന്നതായി കാണാം. ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ. ലിവിങ് സ്പേസിൽ നിന്നും ഡൈനിങ് സ്പേസിൻ്റെയും ഇടയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് പോലെ നൽകിയിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഡൈനിങ് സ്പേസ്. വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട കോർട്ട്യാർഡ് ഈ ഭാഗത്താണ് വരുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് വാഷ് കൗണ്ടർ. അത് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. താഴെ വാനിറ്റി കൗണ്ടർ നൽകിയിരിക്കുന്നു. ജാഗ്വാറിൻ്റെ വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. വിശാലമായിട്ടുള്ള വലിയ കിച്ചൺ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുണ്ട്. യു ഷേപ്പിലാണ്
കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. വൈറ്റ് കളറാണ് അതിന് സെലക്ട് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്ക് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ടാപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ചിമ്മിനി നൽകിയിരിക്കുന്നത്. കിച്ചന് പുറകെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയാണ് വർക്ക് ഏരിയ സ്പേസ് നൽകിയിരിക്കുന്നത്. നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതാണ് ബെഡ്റൂം. ഇവിടെ വലിയൊരു ജനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ വർക്കിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയ്ക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെയാണ് ബാത്റൂം നൽകിയിരിക്കുന്നത്. ഫൈബർ ഡോറാണ് ബാത്റൂമിന് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. വാർഹാൻ ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കും നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് ഒരു ജാഗ്വറിൻ്റെ വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. സാനിറ്ററി ഫിറ്റിങ്സുകളല്ല, ജാഗ്വർ എന്ന കമ്പനിയുടേതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു മിറർ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു വലിയ ജനൽ. ഈ ഭാഗത്ത് ഓരോ പാളികളുള്ള 2 ജനലും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതും സ്ലൈഡിംഗ് വാർഡ്രോബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. ടൈലുകൾക്ക് മാത്രമാണ് അല്പം വ്യത്യാസം നൽകിയിരിക്കുന്നത്. ബാക്കി ഫിറ്റിങ്സുകളെല്ലാം അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പുകളിൽ വുഡൻ സ്റ്റെപ്പുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലും വുഡിലാണ് വരുന്നത്. ഗ്ലാസും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഭിത്തിയിൽ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെയാണ് അപ്പർ ലിവിങ് സ്പേസ് വരുന്നത്. ഇവിടെ ഒരു TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വർക്കിംഗ് ടേബിൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വാൾ ആർട്ടും ക്രമീകരിച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതാണ് ബാത്റൂം. ഇനി നമ്മൾ പോകുന്നത് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെ ബാത്റൂം നൽകിയിരിക്കുന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂം തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇനി യൂട്ടിലിറ്റി ഏരിയ ആണ്. വിശാലമായിട്ടുള്ള ഒരു വീട് തന്നെയാണ്. 2560 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയ കോൺക്രീറ്റിൽ തന്നെയാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ഇനി ബാൽക്കണിയാണ്. വിശാലമായിട്ടുള്ള ബാൽക്കണി, നല്ല നീളത്തിലുള്ള ഒരു ബാൽക്കണി നൽകിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. നല്ലൊരു ഗേറ്റ് കമ്മ്യൂണിറ്റി.